മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേൻ വനരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വനരകമതിൽ. തന്നോ നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ. തന്നോ നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മാശക്തിയാലെ നിത്യം നടത്തണം. നിന്നാത്മാശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൽ മോഹങ്ങൾ കൊണ്ട് വിറഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ജസ്മിത് കൗറാണ്. ഞാൻ പഞ്ചാബിൽ ജനിച്ച വളർന്ന് അങ്ങനെ ഒരു പേന്നാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സിഖ് കുടുംബിലാണ് ജനിച്ചത്. 13 വർഷമായി നമ്മളിപ്പം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ നമ്മൾ സിഖായിരുന്നു. ഞാൻ പാടിയത് പോലെ അന്ന് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് ജീവിച്ച് ഒരിക്കലും ഇരിക്കുകയില്ല എന്ന് നമ്മൾ നരകത്തിൽ പോകാനായിരുന്നു. നമ്മളെ രക്ഷിച്ചത് അത് ഒറ്റൊരു ആളാണ്, അത് യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് യേശു ക്രിസ്തുവാണ് നമ്മുടെ ലൈഫിലുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നൊരു സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ സിക്കിൽ കുടുംബിൽ ഉള്ള സമയത്ത് ഒത്തിരി പണമുള്ള ആൾക്കാരായിരുന്നു. 3 വീടുണ്ടായിരുന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. കാശുണ്ട്, ഒരു കുറവില്ല, പക്ഷെ മനസ്സിലൊരു സമാധാനമില്ല. ഒത്തിരി കാശുണ്ടായിരുന്നു, പക്ഷെ വീട്ടിലൊരു സന്തോഷമില്ല. ഒത്തിരി കാശുണ്ടെങ്കിൽ പക്ഷേ വീട്ടിലൊരു സന്തോഷമുണ്ടെങ്കിൽ ആ കാശ് വേസ്റ്റാണ്. അങ്ങനെ ഒത്തിരി കാശുള്ള സമയം വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ കിടന്നു പോകുന്നുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് നമ്മൾ അവസ്ഥ ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജീവിക്കാനൊരു നിവർത്തിയില്ല, ഇനി എങ്ങനെ ജീവിക്കാനായി. അപ്പം ഒത്തിരി കാശുള്ള സമയം അങ്ങനെ ഒരു കഷ്ടം നമ്മളെ മേലെ വന്ന. അപ്പം ആ കഷ്ടം വന്ന സമയം നമ്മുടെ 3 വീട് കയ്യിൽ പോയി, ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി. അത് മാത്രമല്ല വീട്ടിൻ്റെ ഓരോരോ സാധനങ്ങൾ അത് വിൽക്കാൻ വേണ്ടിയായി. കാര്യം നമ്മളെ അവസ്ഥ ശരിയാക്കാൻ വേണ്ടി. കാര്യം എൻ്റെ പപ്പാൻ്റെ മേലൊരു കേസ് വന്ന, അത് ആ കേസിൽ വിടിവിക്കാൻ പറ്റത്തില്ല. ആ കേസ് എൻ്റെ പപ്പാൻ്റെ മേൽ, മമ്മീൻ്റെ മേൽ, പപ്പാൻ്റെ മൂത്ത ചേട്ടൻ്റെ മേൽ, അങ്ങനെ ഒരു പപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മേൽ വന്ന്. ആ കേസ് നമ്മളൊന്നും ചെയ്തില്ല, പക്ഷേ പപ്പാൻ്റെ മൂത്ത ചേട്ടൻ നമ്മളോട് ഒരു പരാതി വെച്ചിട്ട് ആ കേസ് മർഡർ കേസാണ് എൻ്റെ പപ്പാൻ്റെ മേൽ വെച്ച്. അങ്ങനെ ആ കേസ് കൊണ്ട് എൻ്റെ പപ്പയോട് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരു കഷ്ടമായി പോയതാണ്. അങ്ങനെ ആ സമയം ആ കഷ്ടം മാറുന്നില്ല. കിടക്കാനൊരു വീടില്ല, ജീവിക്കാനൊരു നിവർത്തിയില്ല, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ആഹാരമില്ല, എങ്ങനെ ജീവിച്ചു പോകുന്നൊന്നും അറിയില്ല. അങ്ങനെ ഇത്ര കഷ്ടത്തിൽ പോകാൻ സമയം നമ്മൾ പൂജിക്കുന്ന ദൈവത്തിൻ്റെ പൂജിക്കാൻ പോലും നമുക്ക് ഒന്നുമില്ല. അങ്ങനെ ആ കഷ്ടത്തിൽ കിടക്കുന്ന സമയം ഒരു രാത്രി എൻ്റെ പപ്പ കാലുമുട്ടിയിരുന്നു, 2 കൈ സ്വർഗത്തിൽ ഉയർത്തി പറഞ്ഞ, ഇനി ഏത് ദൈവമാണ് സത്യം, എൻ്റെ മുമ്പിൽ 4 രാവിലെ വന്നില്ലെങ്കിൽ ഞാൻ സൂസൈഡ് ചെയ്യും. അങ്ങനെ ഈ തീരുമാനം എടുക്കാൻ സമയം എൻ്റെ മമ്മി കേട്ട. അപ്പം മമ്മി പറഞ്ഞ്, എൻ്റെ ഭർത്താവില്ലെങ്കിൽ അപ്പം ഞാനില്ല. അങ്ങനെ 2 പേർ തീരുമാനം എടുത്ത്. നമ്മൾ 3 പിള്ളേരാണ്. എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, ഞാൻ രണ്ടാമത്തെ, എൻ്റെ അനിയനുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ്, അപ്പം നമ്മ ഇല്ലെങ്കിൽ അപ്പം നമ്മൾ ഇല്ല. അപ്പം മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മരിക്കും, ജീവിച്ചാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കും. അങ്ങനെ ആ സമയത്ത് ഒരു നിവർത്തിയില്ല, ഒരു വല്ലാത്ത കഷ്ടത്തിൽ ഇരിക്കുക സമയം. അപ്പം നമ്മൾ 5 പേർ തീരുമാനം എടുത്ത് ഇനി ജീവിക്കത്തില്ല, ഇനി മരിക്കും. അപ്പം ആ തീരുമാനത്തിൽ രാത്രി കിടന്ന് ഉറങ്ങിയത്. അപ്പം രാവിലെ നമ്മൾ മരിക്കാൻ എൻ്റെ ഈ സൂസൈഡിൻ്റെ അതിൽ നമ്മൾ കിടന്ന് പോകുന്നതിൻ്റെ മുമ്പിൽ ആ സൂസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിലൊന്നുമില്ല. ഉള്ളത് ഒരു 10 രൂപ മാത്രം ഉണ്ടായിരുന്നു, അത് വിഷു വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ രാവിലെ നമ്മൾ മരിക്കാൻ വേണ്ടി കണ്ണ് തുറക്കാൻ സമയം നമ്മുടെ വീട്ടിൽ ദൈവം ഒരു ആളിനെ അയച്ച്. നമുക്ക് അറിയില്ലായിരുന്നു, എപ്പോഴും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ആ ദേവദാസൻ നമുക്ക് നമ്മുടെ കടയുടെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ദേവദാസനെ അറിയില്ല. നമ്മൾ ഷോപ്പിൽ അത് കയറുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. ആ ദേവദാസൻ നമ്മളോട് യേശുവിൻ്റെ കുറിച്ച് പോലും ഒന്നും പറഞ്ഞില്ല. കാര്യം നമ്മൾ സിക്കിലായിരുന്നു. സിക്ക് നിങ്ങൾ കണ്ടു കാണും, ഈ തലയിൽ കെട്ടുന്നുണ്ട്, ഇവിടെ ഒരു കത്തിയുണ്ട്. അപ്പം ചിലപ്പോൾ ആ പേടിയെ കൊണ്ടാണ് നമ്മളെ അടുത്ത് വരുന്നില്ല. അപ്പം അത്രയ്ക്ക് സ്ട്രോങ് സിക്കായിരുന്നു. അപ്പം സിക്കാണെങ്കിൽ അവർ അമ്പലത്തിൽ പോകത്തില്ല, മസ്ജിദിൽ പോകത്തില്ല, ചർച്ചിൽ പോകത്തില്ല. സിഖ് ആൾക്കാരാണെങ്കിൽ ഗുരുദ്വാരയിൽ മാത്രമേ പോകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, അവർ വേറെ അമ്പലത്തിൻ്റെ ഒന്നും കഴിക്കില്ല, മസ്ജിദിൻ്റെ ചർച്ചിൻ്റെ ഒന്നും കഴിക്കില്ല.
കഴിക്കത്തില്ല, അവർ കഴിക്കുകയാണെങ്കിൽ ഗുരുദ്വാരൻ്റെ മാത്രം കഴിക്കും, അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. പക്ഷേ അങ്ങനെ നമ്മളോട് ദൈവത്തിൻ്റെ കുറിച്ച് യേശുവിൻ്റെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ എപ്പോഴും അറിയാൻ പറ്റിയത് നമ്മൾ തകർത്ത് തരിപ്പണായിട്ടിരുന്ന അപ്പം അന്വേഷിച്ചിട്ട് വന്നത് നമ്മൾ എവിടെയാണ്. അപ്പം നമ്മൾ കിടക്കുന്നുണ്ട്, ഒരു പശു കെട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആരും വീട് തരുന്നില്ല കഴിക്കാൻ. നമ്മൾ ഒരാൾ നമുക്ക് ആ സ്ഥലം തന്ന, പക്ഷേ അവർ കാണുന്നുണ്ട് നമ്മൾ കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവർ ചിന്തിച്ച് ഇവരെ ഒന്നും കഴിക്കുന്നില്ല, ഇവർ ചത്തുപോവാണെങ്കിൽ നമ്മൾ മേലിൽ വരും. അതുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ വിട്ട് മാറിക്കോളാം, നിങ്ങൾ എവിടെ വേണമെങ്കിൽ കിടന്നു പോയിക്കോ, നിൽക്കാനൊരു സ്ഥലമില്ല. കുറേ നാൾ റോഡിലൊക്കെ കിടക്കുന്നുണ്ട്, കുറേ നാൾ എവിടേക്കെങ്കിലും കിടക്കുന്നുണ്ട്, കിടക്കാൻ വേണ്ടി ഒരു നിവർത്തിയില്ല. ഈ ഒത്തിരി കിടന്നു പോകുന്നുണ്ട്. അങ്ങനെ മരിക്കാതിൻ്റെ തിരുമാന്തത്തിൽ ഇരിക്കുക സമയം ആ ദേവദാസൻ കർത്താവിനെ അയച്ച് രാവിലെ നമ്മൾ വീട്ടിൽ നോക്ക് ചെയ്ത് ചോദിച്ച് അകത്ത് കയറിക്കോളാം. അപ്പം നമ്മൾ പറഞ്ഞ അകത്ത് കയറാൻ. അപ്പം ചോദിച്ച് എന്താ പറ്റി, നിങ്ങൾ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന, മോഹം വല്ലാത്ത വിഷമത്തില്ല. അപ്പം എൻ്റെ മമ്മി പറഞ്ഞ ഒന്നും പറ്റിയില്ല. അപ്പം 3-4 പ്രാവശ്യം നമ്മളോട് ചോദിച്ചു. അപ്പം എൻ്റെ മമ്മി പറഞ്ഞ ഒന്നും പറ്റിയില്ല. അപ്പം പറഞ്ഞ എന്താ ഒരു വിഷമമുണ്ട്. അപ്പം അവസാനം എൻ്റെ മമ്മി പറഞ്ഞു പോയതാ, അപ്പം നമ്മൾ മരിക്കാൻ പോകുന്നുണ്ട്, ഇനി ജീവിക്കാനൊരു നിവർത്തിയില്ല. അപ്പം ആ ദേവദാസൻ പറഞ്ഞ നിങ്ങൾക്ക് യേശുവിനെ അറിയാവോ. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞ ആ പുള്ളിക്കാരൻ എവിടെയാണ് താമസിക്കുന്നത്, എന്താ ജോലി ചെയ്യുന്നത്, നമ്മൾ കേട്ടില്ല. യേശുവിൻ്റെ പേരാണ്, പക്ഷേ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, സിഖ് ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. ഈ ക്രിസ്ത്യൻസിൻ്റെ ദൈവത്തെ യേശുവാണ്, അതറിയില്ല. ഇത് നമ്മൾ മാത്രമേ, ഇന്ന് ഭൂമിയിൽ ഒത്തിരി ആൾക്കാർക്ക് യേശുവിനെ അറിയില്ല. അന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞ യേശുവിനെ അറിയാവോ, നമ്മൾ പറഞ്ഞു അതെ ആൾ എവിടെ താമസിക്കണം, എന്താ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആ ദേവദാസൻ പറഞ്ഞ് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച 3-ാമത്തെ ദിവസം എന്നിട്ട് നിങ്ങളെ രക്ഷിക്കാൻ ജോൺ ചാപ്റ്റർ 3:16 പറഞ്ഞ് നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ ഒറ്റൊരു മക്കളാണ്, അത് യേശു ക്രിസ്തുവാണ്, അത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എറ്റേണൽ ലൈഫ് തരും. അപ്പം നമ്മൾ പറഞ്ഞ തന്നാണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല, നമ്മൾ തീരുമാനം മരിക്കാൻ എൻ്റെ തന്നെയാണ്. പക്ഷേ ആ ദേവദാസൻ ഒന്നും എന്ത് ചോദിക്കുന്നില്ല, നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം നമ്മളൊന്നും പറഞ്ഞില്ല. ആ ദേവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കും, ഒത്തിരി കണ്ണുനീരായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അപ്പം നമ്മുടെ വീട്ടിൽ വരും, നമ്മളോടൊന്നും പറയത്തില്ല, നമ്മളോട് കാര്യം പറയുന്നത് യേശുവിൻ്റെ വചനമാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പാട്ട് പാടും. ഇത്ര കണ്ണുനീരൊഴിച്ച് നമുക്ക് വേണ്ടി വേറെ ആരവില്ല. സ്വന്തം ബന്ധുക്കൾ, സ്വന്തം ആൾക്കാർ ഒരാൾ പോലും നമുക്ക് വേണ്ടി നിന്നില്ല. നമ്മൾ കഷ്ടത്തിൽ പോയതാ, മരിക്കാൻ വേണ്ടി പോയതാ, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമാണ്, യേശുവാണ്. ഇന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് യേശു മാത്രമാണ്. അന്ന് നമ്മൾ യേശുവിനെ കളിയാക്കില്ല, പക്ഷെ കേട്ടില്ലാത്തൊരു പേരാണ് യേശു. അങ്ങനെയാണ് ഒത്തിരി കഷ്ടത്തിൽ പോയി മമ്മീൻ്റെ ബന്ധുക്കൾ, പപ്പേൻ്റെ ബന്ധുക്കൾ എല്ലാവരും നമ്മളെ കൈവിട്ട് മാറിപ്പോയി, ഒരാൾ പോലും നമ്മുടെ കൂടെ നിന്നില്ല. നമ്മൾ യേശുവിനെ സ്വീകരിച്ച് അന്ന് ആ ദേവദാസൻ ഡെയിലി നമ്മൾ വീട്ടിൽ വരും, രാത്രി വരെ നമ്മൾ വീട്ടിൽ കാണും. ആ ദേവദാസൻ ഒന്നും കഴിക്കില്ല, നമ്മളൊന്നും കഴിക്കില്ല. പിന്നെ ആ 10 രൂപ വിഷുവിൻ്റെ ഉണ്ടായിരുന്നു, അത് വെച്ച് വിഷു വാങ്ങിച്ചില്ല. പക്ഷെ 10 രൂപ വെച്ച് ഗോതമ്പ് വാങ്ങിച്ച ദേവദാസിനെ കൊടുത്ത് നമ്മൾ കഴിച്ച അത് മാത്രമാണ് നമ്മൾ കഴിച്ച്. നമ്മൾ ഫുഡ് കഴിച്ച് 1-2 ദിവസം മാത്രമല്ല, നമ്മൾ 1.5 വർഷം ഫുഡിനെ കണ്ടതുപോലില്ല, കഴിച്ചതുപോലില്ല. പിന്നെ കിട്ടുന്ന വിശ്വാസത്തിൽ വന്ന എങ്ങനെ എൻ്റെ പപ്പയ്ക്ക് ജോലി കിട്ടിയത്, അങ്ങനെ ആ ജോലിത്തിൽ കിട്ടുന്ന ഇച്ചിരി ശമ്പളം കൊണ്ടാണ് ഒരു ചെറിയ ഭക്ഷണം വാങ്ങിച്ച്, ഏറ്റവും വില കുറച്ച് ഭക്ഷണം വാങ്ങിച്ചത് കഴിച്ച് എൻ്റെ മമ്മി അത് കർത്താവിൻ്റെ ഭക്ഷണാനുസാരം അങ്ങനെ നടന്നു പോകുന്ന, അങ്ങനെ കർത്താവ് ഒരു ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്ന്. പക്ഷേ എൻ്റെ പപ്പേൻ്റെ മേലെ ആ കേസുണ്ടല്ലോ, അത് മാറിയില്ല. ആ കേസ് 15-20 വർഷം നമ്മുടെ മേലുണ്ടായിരുന്നു, ഒന്നും മാറുന്നില്ല. എന്താ ചെയ്യാന്ന് നിവർത്തിയില്ല. വിശ്വാസത്തിൽ വന്ന്, പക്ഷേ വിശ്വാസത്തിൽ വന്ന് എൻ്റെ കർത്താവാണ് ആ കേസിൽ വിടുവിച്ച്. ഇന്ന് എൻ്റെ പപ്പേൻ്റെ മേലും മമ്മീൻ്റെ മേലും ഒന്നുമില്ല. പിന്നെ ആ കഷ്ടം അത്രയ്ക്ക് വന്ന് എൻ്റെ മമ്മി അത്രയ്ക്ക് വയ്യായി പോയി, ബെഡിൽ കിടപ്പായി പോയി, മമ്മിക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. യൂറിക് ആസിഡ്, മമ്മിക്ക് ഒത്തിരി കൊളസ്ട്രോൾ കൂടിയ, ബ്രെയിനിൽ ട്യൂമർ ആയത്, ഹാർട്ടിൽ കിഡ്നിയിൽ പ്രശ്നമായത്. പക്ഷേ ഇന്ന് എൻ്റെ മമ്മിക്ക് ഒരു പ്രശ്നമില്ല. അന്ന് ഒരു ടെസ്റ്റ് ചെയ്തില്ല, ഒരു മരുന്ന് ചെയ്ത ടെസ്റ്റാണ് ദൈവത്തിൻ്റെ വചനമാണ്, കഴിച്ച് മരുന്നാണ് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് നമ്മൾ 5 പേർ മരിക്കാൻ വേണ്ടി അന്ന് നമ്മൾ തീരുമാനിച്ചു, പക്ഷേ ഇന്ന് നമ്മൾ 5 പേർ ജീവിച്ചിരിക്കുക. അത് എൻ്റെ കർത്താവാണ് നമ്മളെ സഹായിച്ച്. ഒത്തിരി കഷ്ടം കിടന്നു വന്ന് ആ കഷ്ടത്തിൽ എൻ്റെ കർത്താവാണ് മാറ്റിക്കൊടുത്തത്. ഒത്തിരി കാശുണ്ടാകുന്ന, പക്ഷേ ആ കാശുണ്ടാകുന്ന സമയം സമാധാനമില്ല. ഇന്ന് നമുക്ക് സമാധാനമുണ്ട്, ഇന്ന് സന്തോഷമുണ്ട്. കാര്യം നമ്മൾ ആരാധിക്കുന്നുണ്ട് ജീവിച്ച ദൈവത്തിനെയാണ്, അത് യേശു ക്രിസ്തുവാണ്. അങ്ങനെ ഒത്തിരി കഷ്ടം വന്ന കർത്താവ് കഷ്ടം മാറ്റിക്കൊടുത്ത് വിശ്വാസത്തിൽ വന്ന് അങ്ങനെ നമ്മളെ ബന്ധുക്കളെല്ലാവരും എൻ്റെ മമ്മിയോട് പറഞ്ഞ്, നീ എന്താണ് ചെയ്യുന്നത്, നീ ഈ കറുത്ത പുസ്തകം പിടിച്ച് നടക്കുന്നുണ്ട്, ഈ ദൈവം നമ്മുടെ ദൈവമില്ല, സ്വന്തം അപ്പനെ വിട്ട് വേറൊരു അപ്പനെ പിടിച്ചിരിക്കുക, ഇത് നാണക്കേടാണ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണക്കേടായി പോയി, നിങ്ങൾ ഈ കറുത്ത പുസ്തകം എടുത്ത് മാറ്റുന്ന. അപ്പം മമ്മി പറഞ്ഞ ഞാൻ എടുത്ത് മാറ്റത്തില്ല, 40
40 പേര് ഒരുമിച്ചിരുത്ത് മമ്മീൻ്റെ നടുക്കിൽ ഇരുത്തി 40 പേരുടെ മമ്മീനെ അടിച്ച് പറഞ്ഞ് ഇനി നീ യേശുവിനെ വിടും. മമ്മി പറഞ്ഞ് വിടത്തില്ല. പറഞ്ഞ് നിനക്ക് എന്താ വേണം, ഏത് വീട് വേണം ചുണ്ട് കാണിച്ചു താ, ഏത് ബിസിനസ് വേണം, ഏത് വണ്ടി വേണം, നിനക്ക് എല്ലാം തരാം, പക്ഷേ നീ യേശുവിനെ വിടണം. മമ്മി പറഞ്ഞ നിങ്ങൾ എന്നെ കൊന്നു കളയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ യേശുവിനെ ഒരിക്കലും വിടത്തില്ല. അന്ന് അവർ പറഞ്ഞ് ഇന്ന് നിങ്ങൾ നമ്മൾ തമ്മിൽ ഒരു അവസാന ഒരു സംസാരമുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ ദുഃഖ വാർത്ത ഉണ്ടെങ്കിൽ നമ്മൾ വരത്തില്ല, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി വരത്തില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട നമ്മൾ അങ്ങോട്ട് വരത്തില്ല. അങ്ങനെ നമ്മളോട് ബന്ധമൊക്കെ നിർത്തി. അവർ പറഞ്ഞ് ഇനി നമ്മളോട് മിണ്ടത്തില്ല. അങ്ങനെ ഒരു 13 വർഷമായി നമ്മളോട് ഒരാൾ പോലും ബന്ധത്തിലില്ല. മീൻസ് നമ്മൾ ബന്ധുക്കളെല്ലാവരും കൈവിട്ട് മാറിപ്പോയതാ, പക്ഷെ കൈവിട്ട് മാറിപ്പോയില്ല അത് യേശു മാത്രമാണ്. അത് യേശു ഒരിക്കലും നമ്മളെ കൈവിട് പോകത്തില്ല. യേശു ഒരു പ്രാവശ്യം കൈ പിടിച്ച് പിന്നെ ഒരിക്കലും വിടത്തില്ല. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ കൈ പെട്ടെന്ന് നമ്മൾ വിടും, പക്ഷേ യേശു ക്രിസ്തു നമ്മളെ കൈ ഒരിക്കലും വിടത്തില്ല. അങ്ങനെ ഇത് ബന്ധുക്കളെല്ലാവരും വിട്ടുപോയി, പക്ഷെ നമ്മൾ യേശു വിട്ടുപോയില്ല. നമുക്ക് കണ്ണുനീർ വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസൻ ദൈവം മക്കളാണ്. അത് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായിട്ട് ഇരിക്കത്തില്ലായിരുന്നു. അങ്ങനെ കർത്താവ് ഒത്തിരി സഹായിച്ച് ഒത്തിരി വിടുവിച്ച് വിശ്വാസത്തിൽ വന്ന് പിന്നെ സ്നാനം എടുക്കാൻ സമയം അവർ പറഞ്ഞ സ്നാനം കൊടുക്കരുത്, വിശ്വാസികൾ പറഞ്ഞ വേറെ ആൾക്കാരില്ല, വിശ്വാസികൾ പറഞ്ഞ സ്നാനം കൊടുക്കരുത്, സ്നാനം കൊടുത്താണെങ്കിൽ നിങ്ങളുടെ പിള്ളേരുടെ കല്യാണം നടക്കത്തില്ല. എൻ്റെ മമ്മി ഒരു വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ വസ്ത്രത്തിലാണ് സ്നാനം കൊടുക്കാൻ, നടത്താണെങ്കിൽ നടത്തില്ലെങ്കിൽ പക്ഷെ ഞാൻ എൻ്റെ പിള്ളേരെ സ്നാനം കൊടുത്തേ ഇരിക്കും. അങ്ങനെ മമ്മി യേശുവിൻ്റെ ആ വാക്ക് കേട്ട് വചനം വായിച്ചിട്ട് അങ്ങനെ നമ്മൾ 3 പേർക്ക് സ്നാനം കൊടുത്ത് അവർ പറഞ്ഞ നീ ഒരിക്കൽ കല്യാണം നടക്കത്തില്ല. അങ്ങനെ നമ്മൾ 3 പേരുടെ കല്യാണം നടത്തി കൊടുത്തത്. ആരാ പറഞ്ഞ കല്യാണം നടത്തിന് അവർ 6 മക്കളുണ്ട്, 3ൻ്റെ നടന്നില്ല, 3ൻ്റെ നടത്തത് ഡൈവോഴ്സായി, 2ാമത്തെ നടന്നു അതപ്പോൾ ഡൈവോഴ്സായിട്ട് വീട്ടിൽ എടുക്കും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് നമ്മൾ മുകളിലോട്ട് ജീവിച്ച് പോകുന്നുണ്ട്. എൻ്റെ കർത്താവ് നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ദുഃഖങ്ങൾ വിഷമങ്ങൾ വിശ്വാസത്തിൽ വന്ന ശേഷം വന്നിട്ടുണ്ട്, പക്ഷെ അതെൻ്റെ കർത്താവ് മാറ്റി കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിൽ വന്ന എൻ്റെ കർത്താവാണ് നമ്മളെ സഹായിച്ച് ഒത്തിരി രക്ഷിച്ചത്. അങ്ങനെ നേരത്തെ നമ്മൾ ഒത്തിരി കഷ്ടത്തിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു, കണ്ണുനീർ ഒഴിക്കുമായിരുന്നു, പക്ഷേ ഇന്ന് എൻ്റെ കർത്താവാണ് നമ്മളെ കണ്ണുനീർ മാറ്റി കൊടുത്തത്. നമ്മളെ കർത്താവ് നമ്മളെ സഹായിച്ചത്. അത് നമുക്ക് ഇപ്പം അറിയാൻ പറ്റുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അത് നമ്മൾ ആരാധിക്കുന്നുണ്ട്. അത് സത്യം ദൈവമാണ്. ആ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ എല്ലാ അവസ്ഥ എൻ്റെ കർത്താവ് മാറ്റി കൊടുത്ത എൻ്റെ ചേച്ചി എൻ്റെ അനിയൻ്റെ കല്യാണം കർത്താവ് 3 മാസത്തിൽ നടത്തിയത്. 3 പേരുടെ കല്യാണം 3 മാസത്തിൽ നടത്തിയത്. അത് ദൈവം എൻ്റെ പേരാണ്, യേശുവാണ്. അങ്ങനെ കർത്താവ് ഒത്തിരി സഹായിച്ച് എൻ്റെ ചേച്ചി ഇപ്പോൾ UK സെറ്റിലാണ്, ഞാൻ ഇവിടെയാണ്, പാസ്റ്റർ ജിബിൻ്റെ വൈഫ്. അപ്പോൾ എൻ്റെ അനിയൻ പഞ്ചാബിലാണ്. അങ്ങനെ 3 പേരുടെ കല്യാണം എൻ്റെ കർത്താവ് നടത്തി കൊടുത്ത് 3 തലമുറ കൊടുത്ത്. അങ്ങനെ നമ്മളെ കൈ വിട്ട് പോയതല്ലാതെ പക്ഷെ നമ്മളെ കൈ വിടാത്ത നമ്മളെ കൂടെ ഇരുന്ന് അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ സാക്ഷി എനിക്ക് ഇങ്ങനെ മലയാളം അറിയാം, അതാ പറഞ്ഞ് ഞാൻ ഇരിക്കാം. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയം ഞാൻ IPC ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ പോകുന്ന സമയം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓരോ വർഷം കണ്ടിന്യൂ പോയിക്കൊണ്ടിരുന്ന സമയം അപ്പം ഞാനൊരു തീരുമാനം എടുത്ത് ഇനി ഞാൻ ചർച്ചിൽ പോകത്തില്ല. കർത്താവോട് സ്നേഹമുണ്ട്, യേശുവിനെ വിടത്തില്ല, പക്ഷെ ചർച്ചിൽ പോയിട്ടൊരു പ്രയോജനമില്ല. ചുമ്മാ അങ്ങോട്ട് പോയി എല്ലാവരുടെ വാ നോക്കി വരുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷിൻ്റെ വേർഡില്ല, ഹിന്ദിൻ്റെ വേർഡില്ല, എല്ലാം മലയാളം തന്നെയാണ്. അങ്ങനെ ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇനി ഞാൻ ചർച്ചിൽ പോകത്തില്ല, ഞാൻ യേശുവിനെ വിടുന്നില്ല, പക്ഷേ എനിക്ക് അവിടെ പോയിട്ടൊരു പ്രയോജനമില്ല. ചുമ്മാ ഞാൻ അവിടെ പോയി ബോർഡ് അടിക്കുന്നുണ്ട്, കോട്ട വിടുത്ത് ചിലപ്പോൾ ഒരുങ്ങി പോകുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മി പറഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ യേശുവെ കൊണ്ട് എല്ലാം പറ്റും. ആ സമയം ഞാൻ കാൽമുട്ടിയിരുന്ന് കർത്താവോട് പ്രാർത്ഥിച്ച ദൈവമേ എന്നെ മലയാളം പഠിപ്പിച്ച് തന്നാണെങ്കിലും ഞാൻ ചർച്ചിൽ പോകത്തുള്ളൂ, അല്ലാത്ത ഞാൻ പോകത്തില്ല. അങ്ങനെ ആ സമയം എൻ്റെ യേശുവാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്. ഒരാൾ പോലും സഹായിച്ചില്ല, ഒരാൾ പോലും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്നെ സഹായിച്ചത് എൻ്റെ യേശുവാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഭാഷയിൽ സാക്ഷി പറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കുന്നുണ്ട്, അത് എൻ്റെ യേശുവാണ്. എനിക്ക് ആരെ പഠിപ്പിച്ച് തന്നില്ല മലയാളം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ മലയാളം പറഞ്ഞുകൊണ്ട് അതിൻ്റെ യേശു പഠിപ്പിച്ച മലയാളമാണ്. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് കർത്താവിൻ്റെ സാക്ഷി വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അത് കർത്താവിൻ്റെ ഒരു വലിയ കൃപയാണ്. ഞാൻ പാടിയ പാട്ടുപോലെ അന്ന് മരിച്ചു പോയെങ്കിൽ നരകത്തിൽ പോകാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കർത്താവ് വേണ്ടിയാണ്, എൻ്റെ കർത്താവിനെ ഉയർത്താൻ വേണ്ടി, എൻ്റെ കർത്താവിൻ്റെ സാക്ഷി പറയാൻ വേണ്ടി എനിക്ക് ഒരു നാണമില്ല, എനിക്ക് ഒരു മടിയില്ല. എവിടെ വേണമെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഉയർക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കർത്താവ് നമ്മളെ സഹായിച്ച് മരിക്കാൻ വേണ്ടി കൂടെ ആറുന്നില്ല, പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് എൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ജീവിച്ച് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയെ വേണ്ടി നിർത്തിയത് എൻ്റെ കർത്താവാണ്. അപ്പം എൻ്റെ കർത്താവ് ഇത്ര വലിയവൻ ദൈവമാണ്. സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലും ഉണ്ട് നമുക്ക്, പക്ഷേ സമയൻ്റെ കുറവായ കൊണ്ട് ഞാൻ ഇത്ര സാക്ഷി പറഞ്ഞാൽ മാത്രം എനിക്ക് തന്ന സാക്ഷിക്ക് സമയം വേണ്ടി
ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുക.